പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൌചാലയങ്ങളല്ല എന്ന് ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശൌചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമെന്നും സിംഗിൾ ബെഞ്ച്. പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പെട്രോൾ പമ്പുകളിലെ ശൌചാലയ സൗകര്യം പമ്പുകളുടെ പ്രതിദിന പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന വാദം പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൌചാലയങ്ങളല്ലെന്നും സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശൌചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഉപയോഗിക്കാനാകൂവെന്നും സിംഗിൾ ബെഞ്ച്. ശുചിമുറികൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാൻ പെട്രോൾ പമ്പുടമകളെ നിർബന്ധിക്കരുതെന്ന നിർദ്ദേശവും സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും ഹൈക്കോടതി നൽകി. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. പെട്രോൾ പമ്പുകളിലെ ശൌചാലയ സൗകര്യം പമ്പുകളുടെ പ്രതിദിന പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. പൊതുജനങ്ങൾക്കായി ഉപയോഗിക്കാനുള്ളതാണ് സ്വകാര്യ പമ്പുകളിലെ ശുചിമുറികളെന്നാണ് എല്ലാവരും കരുതുന്നത്. അതിലങ്ങനെ അങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും? അത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതല്ലേ? പൊതു ബുദ്ധിമുട്ടാണ്. കൂടുതൽ സ്ത്രീകളാണ് ആവശ്യം. പുരുഷന്മാരെ എവിടെയെങ്കിലും സാധിക്കും. അത് നിർത്തിയത് വലിയ പാടാണ്. ഗവൺമെൻറ് നമുക്ക് അത് ഈ പബ്ലിക്കിന് പോകാൻ വേണ്ടി ഇതേപോലത്തെ സൗകര്യങ്ങൾ ഉണ്ടാക്കി പബ്ലിക് ടോയ്ലറ്റുകൾ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി സ്ഥാപിക്കുക. അതുകൊണ്ട് തന്നെ ശുചിമുറികൾ തുറന്നു നൽകിയില്ലെങ്കിൽ ചിലർ പമ്പുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പമ്പുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്ധന ഉപഭോക്താക്കളുടെ അടിയന്തര ഉപയോഗത്തിനായാണ് ശുചിമുറികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നും പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജൂലൈ 17 വിശദമായ വാദം കേൾക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.